ബിഗ് ബോസ് മലയാളം സീസൺ 7 66ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡാൻസ് മാരത്തൺ തന്നെയായിരുന്നു. ഡാൻസ് മാരത്തൺ രണ്ടാമത്തെയും അവസാനത്തെയും കൂടെ ദിവസമായിരുന്നു ഇന്ന്. ഈ ടാസ്കിന്റെ ഫൈനൽ വിധി എന്ന് പറയുന്നത് വലിയൊരു അട്ടിമറിയിലാണ് കലാശിച്ചത്. അതായത് അനിമോളാണോ, ആര്യനാണോ, അതോ സാബുമാനാണോ, മൂന്നാൾക്കാരും വളരെ ഗംഭീരമായി പെർഫോം ചെയ്തു. അവിടെ സ്റ്റേജിലെ പെർഫോമൻസ് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ ടാസ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്തത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് വിധി പ്രഖ്യാപിക്കപ്പെടേണ്ടത്. ഓരോ ആൾക്കാരും വന്ന് അവരവരുടെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായത്തോടുള്ള ബന്ധത്തിൽ കോയിനുകൾ കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന വ്യക്തിയാണ് വിജയിക്കേണ്ടത്. എന്നാൽ എല്ലാവരും ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് അനിമോളാണ്. അത് പറഞ്ഞിട്ട് വാരിക്കോരി കോയിനുകളൊക്കെ കൊടുത്തു. 18 കോയിനാണ് അനിമോൾക്ക് ലഭിച്ചത്. എന്നാൽ അവസാന നിമിഷം വന്നപ്പോഴേക്കും അനിമോളെ കടത്തി വെട്ടിക്കൊണ്ട് 1-2 കോയിനുകളല്ല, ഏകദേശം 10 കോയിനുകൾ അധികം നേടി 28 കോയിനുമായി ആര്യൻ 1ാം സ്ഥാനത്തേക്കെത്തി. അനിമോൾ ഒരിക്കലും വിജയിക്കാൻ പാടില്ല എന്ന് 2 ആൾക്കാർ മനസ്സിൽ ശപഥമെടുത്തു. അതുകൊണ്ട് തന്നെ വളരെയധികം ഔദാര്യം കാണിച്ചു ആര്യനോടവർ. ഒരാള് ആര്യന് 9 കോയിൻ കൊടുത്തപ്പോൾ ഒരാള് 5 കോയിനും കൊടുത്തു. അക്ബറും നെവിനുമായിരുന്നു. ഈ ടാസ്കിന്റെ ഓവറോൾ പെർഫോമൻസ് എടുത്തു നോക്കിയാൽ നെവിനും ആര്യനും കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്ന് ഈ ടാസ്കിൽ ഒരു എഫേർട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ടാസ്ക് അവസാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഗംഭീരമായ കളി കളിച്ചു, എല്ലാവരെയും അമ്പരപ്പിച്ചു, അനിമോളെ തോൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വേണം കളിക്കാൻ. പക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു 90% ആൾക്കാരും ഈ ബിഗ് ബോസ് എന്ന ഷോയോട് ഇമോഷണലി കണക്ട് ആയിരിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് ഈ ചതിവ്, വഞ്ചന, വൃത്തികേട്, അനാവശ്യമായിട്ടുള്ള സംസാരം, ഇക്കാര്യങ്ങളൊന്നും ഒരു തരത്തിൽ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതിനകത്ത് നീതിയും അനീതിയും എവിടെയാണ്, ആരായിരുന്നു ജെന്യുവിൻ, ആരായിരുന്നു ചതി കാണിച്ചത്, ഇതൊക്കെയാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് അനിമോളെ പരാജയപ്പെടുത്തുവാൻ കഴിയും, എന്നാൽ നാളെ പ്രേക്ഷകർ നിങ്ങളെ പരാജയപ്പെടുത്തും. അടുത്തതായി എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം അനീഷാണ്. അനീഷ് ഇന്ന് ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് കുറെ പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. എന്താണ് അനീഷ് പറയുന്നത്? ഈ PR വർക്കിനോടുള്ള ബന്ധത്തിൽ ചില ക്ലാരിറ്റി വരുത്തേണ്ടത് അനീഷിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ചില ദോഷൈക ദൃക്കുകളൊക്കെ അനീഷിന്റെ പിറകിന് നടന്നിട്ട് അനീഷ് 2 ഏക്കർ വയലു വിറ്റു, അത് PR വർക്കിന് വേണ്ടി കൊടുത്തിട്ടാണ് വന്നത് എന്നൊക്കെയുള്ള അങ്ങേയറ്റം അസംബന്ധം പറഞ്ഞു പരത്തുന്നുണ്ട്. അപ്പോൾ അത് അനീഷിനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല, അനീഷിന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ്, അത്യാവശ്യമായി തൃശ്ശൂർ വരെ പോവുകയും അവിടെ നെൽപ്പാടം ഞാൻ വിറ്റിട്ടുണ്ടോ, അങ്ങനെ PR വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്ര അന്വേഷണം നടത്തി വന്നിട്ട് അത് ബിഗ് ബോസിൽ ഒന്ന് വെളിപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു രംഗം കാണുന്നുണ്ടായിരുന്നു. എന്തായാലും പുറത്ത് അതേ ചൊല്ലി തരക്കേടില്ലാത്ത കോലാഹലങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വരുന്ന ദിവസങ്ങളിൽ വലിയ വലിയ തുറന്നു കാട്ടലിലേക്കും വെളിപ്പെടുത്തലുകളിലേക്കും ഒക്കെ പോകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ശരിക്കും ഈ കളി തുടങ്ങി വെച്ചത് അനീഷ് അല്ല, ബിഗ് ബോസ് തന്നെയാണ്. PR എന്നൊരു മഹത്തായ സംഭവം, ആ PR വർക്കുകൾക്ക് വേണ്ടി ആരൊക്കെ കാശ് മുടക്കിയിട്ടുണ്ട്, ആരൊക്കെയാണ് PR ഉള്ളത് കൊണ്ട് അവിടെ നിന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കാര്യമായ ഒരു ചർച്ച ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നടക്കുകയാണ്. അനിമോള് തുറന്നങ്ങ് പറഞ്ഞു എനിക്ക് PR ഉണ്ടെന്ന്. എന്നാൽ അനിമോളെ പരിഹസിക്കുവാനും അനിമോൾക്കെതിരായിട്ട് നല്ല ഒന്നാന്തരം കൊട്ടേഷൻ അടിക്കുവാനും തയ്യാറായ പല വ്യക്തികളും PR വർക്കിൽ ബഹുദൂരം മുൻപോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പല വിവരങ്ങളും. എന്തായാലും ഗംഭീരമായിട്ട് പരിപാടികൾ നടക്കുകയാണ്. നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ എപ്പിസോഡ് അതിരാവിലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദിലയും നൂറയുമാണ്. ആദിലയും നൂറയും വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്നു. അനീഷ് അങ്ങനെ പതിവ് നടത്തവുമായി ഗാർഡൻ ഏറിയലുണ്ട്. അനീഷ് തുടങ്ങി വെക്കുകയാണ് ഒരു ചെറിയ വിവാദം. എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കാൻ അറിയാമല്ലോ. ആദില ക്യാപ്റ്റൻ ആയപ്പോൾ വളരെ കൃത്യമായിട്ട് എഴുന്നേൽക്കുന്നു, വളരെ കൃത്യമായിട്ട് ഡ്യൂട്ടികളെല്ലാം നിർവഹിക്കുന്നു. അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നു. ഇതിനു മുൻപൊക്കെയോ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പുറകിന് നടന്ന് വിളിക്കണമായിരുന്നു. എന്ത് ബഹളമുണ്ടാക്കിയിട്ടായിരുന്നു ആദില എന്തെങ്കിലും ഒരു പണി അല്പമെങ്കിലും ചെയ്യുന്നത്. അനീഷ് ഇത്രയും പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. സത്യത്തിൽ അനീഷ് എന്താണ് പറഞ്ഞത്? പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഒരു പച്ച പരമാർത്ഥമാണ് അനീഷ് പറഞ്ഞത്. കാരണം ആദിലയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഉത്തരവാദിത്ത ബോധമാണ്. ആദിലയ്ക്ക് മാത്രമല്ല, ആദിലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നൂറയും ആ ഉത്തരവാദിത്തത്തിൽ പകുതി ഏറ്റെടുത്തിട്ടുണ്ട്. രണ്ടും പഠിച്ച കള്ളികളാണ്, പെരും കള്ളികളാണ്. അതെ, അത് തന്നെയാണ് അനീഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആദിലയ്ക്ക് ഇപ്പം നേരത്തെ എഴുന്നേൽക്കാൻ അറിയാമെന്ന്. അപ്പോൾ ഈ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ചിലരുടെയൊക്കെ തലയിലോട്ട് വെച്ച് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊക്കെ മര്യാദക്കാരാകാനുള്ള സാധ്യതയുണ്ട്. ഈ സീസൺ മുഴുവൻ ആദില ക്യാപ്റ്റൻ ആയിരുന്നുവെങ്കിൽ ആ വീട് നല്ല രീതിയിൽ പോവുകയും ചെയ്യും.
ആദിലയുടെ സ്വഭാവത്തിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ അനീഷിനൊപ്പം തന്നെയാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ അനീഷ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കൊടുത്തു. അതായത് ഇത്രയും നാളും നിങ്ങൾ ഇവിടെ അഭിനയിക്കുകയായിരുന്നു. ഉറക്കത്തിൽ എന്താണ് ചേട്ടാ അഭിനയിക്കാൻ എന്നാണ് നൂറ ചോദിക്കുന്നത്. ഉറക്കത്തിൽ അഭിനയിക്കാൻ ഒന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഈ എഴുന്നേറ്റിരിക്കുന്നത് ഇതൊരു അഭിനയമാണ്. അത്രയും കേട്ടപ്പോഴേക്കും ആദിലയുടെ ഒരുമാതിരി ആ മൊട വർത്തമാനമുണ്ടല്ലോ, വെറുതെ കിടക്കുന്നവനും ചാടി എഴുന്നേറ്റ്, ഒരുപക്ഷെ കൈയില്ലാത്തവനാണെങ്കിൽ എവിടുന്നെങ്കിലും ഒരു കൈ വാടകയ്ക്കെങ്കിലും എടുത്ത് വെച്ച് പെരുക്കി കൊടുക്കും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ അനീഷിനെ കലിപ്പിക്കുന്ന ചില വർത്തമാനങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അനീഷ് ഫ്രം തറയിൽ പ്രധാന വാർത്തകൾ വായിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് കലിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് അനീഷ് ഇത്രയും കലിക്കുന്നത്? അതെ, അനീഷ് കോതമ്പിന്റെയോ നെല്ലിന്റെയോ ഏതോ വയലു വിറ്റു അത്രേ. 2 ഏക്കറോളം വിറ്റു 70 ലക്ഷം രൂപയാണ് PR വർക്കിന് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും അനീഷ് പെട്ടെന്ന് ട്രിഗർ ആകുന്നുണ്ട്. അനീഷ് പറയുന്ന ഈ PR എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെ ഇടുന്ന ഡ്രസ്സുകൾ പോലും PR വർക്കിന്റെ ഭാഗമാണ്, കൊളാബായിട്ട് കിട്ടുന്നതാണെന്നാണ് പറയുന്നതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അതെ, ഞങ്ങൾ ഇവിടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ജട്ടി പോലും കൊളാബാണ് ചേട്ടാ എന്ന് ആദില തിരിച്ചടിക്കുന്നു. ശരിക്കും ഈ PR എന്ന് പറഞ്ഞ വിഷയം അനീഷിന്റെ ചങ്കിൽ കയറി കൊണ്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത അംഗം തുടങ്ങാൻ പോവുകയാണ്. അതായത് പെങ്ങൾമാർക്ക് വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി ആങ്ങള വരികയാണ് ഷാനവാസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വന്ന് കാര്യം കേട്ടപ്പോൾ പറയുകയാണ്, ഇവൻ ഭൂലോക ഉടായിപ്പാണ്, ഇവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസെ, നീ അങ്ങനെ പറയരുത്. നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും കൊളാബാണെന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവനാണ്. അതിവിടെ പറ്റില്ല. ഇത് ബിഗ് ബോസ് വീടാണ്. ഇങ്ങനെ കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. നിങ്ങളൊക്കെ വലിയ PR കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. എടാ, നീ ഉടായ്പാണ്. നീയാണ് ഏറ്റവും വലിയ ഉടായ്പ്. നീ ആൾക്കാരെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിച്ച് ജനങ്ങളെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ ഉടായ്പാണ് നീ. ഇത് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനീഷിന്റെ മക്കിട്ട് കയറുകയാണ്. സത്യത്തിൽ അനീഷ് പറയുന്ന ഈ PR എടുക്കൽ എന്ന് പറയുന്ന സംഗതി അത് ശരിയാണോ? ഇത് ബിഗ് ബോസ് അല്ലേ? ഇവിടെ കളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ പുറത്ത് ആൾക്കാർ വിലയിരുത്തുകയും അങ്ങനെ വോട്ട് ചെയ്യുകയും ചെയ്യേണ്ടത്? അല്ലാതെ PR ഏജൻസികളെ വെച്ചിട്ട് വോട്ട് ചെയ്യിക്കാൻ പാടുണ്ടോ? അങ്ങനെ പാടില്ല. പക്ഷേ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന അനീഷ് വലിയ PR കൊടുത്തു അത്രേ. അല്ല, അനീഷ് PR കൊടുത്തില്ല, അനീഷിന്റെ അനിയൻ PR കൊടുത്തിട്ടുണ്ട് എന്ന് പുറത്തൊരു കരക്കമ്പി വെളിപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെയും ഇന്നുമായി ചാനൽ പാണന്മാർ നാട് നീളെ ഇതിനെക്കുറിച്ച് പാടി നടക്കുകയാണ്. ആ പാടിയ കൂട്ടത്തിൽ അവർ അനീഷിനെയും അനീഷിന്റെ അനിയനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം PR വർക്ക് തന്നെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എന്നാൽ കഴിയുന്നത് പോലെ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ ചില വോയിസ് ക്ലിപ്പുകൾ നമുക്കും കിട്ടി. PR വേണ്ടി സമീപിച്ച ആൾക്കാരുടെയും PR എടുത്ത ആൾക്കാരുടെയും അങ്ങനെ PR വർക്ക് നടത്തിയ ആൾക്കാരുടെയും ഒക്കെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടാം. എന്തായാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് PR എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അറിയുക പോലും ഇല്ല എന്ന് പറയുന്ന അനീഷ് PR കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടലല്ലേ ഉണ്ടാക്കുന്നത്? അതെ, ഷാനവാസ് പറയുന്നത് നീ ഭൂലോക ഉടായിപ്പാണ് എന്നാണ്. എന്താണ് സത്യം? വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അത് മറനീക്കി പുറത്തു വരും. എന്തായാലും ഇവർ 4 പേരുമുള്ള ഇത്രയും വലിയ ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രാവിലത്തെ മോർണിംഗ് സോങ് വേക്കപ്പ് സോങ് മുഴങ്ങുന്നത്. പിന്നീടാണ് ആൾക്കാർ ഡാൻസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അനീഷിന്റെ ഞാൻ പറഞ്ഞല്ലോ ഹൃദയം പൊട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് അനീഷ് മസിൽ പിടിച്ച് ഈ ഡാൻസ് ചെയ്യുന്നവരുടെ ഇടയിൽ നിൽക്കുകയാണ്, അനങ്ങുന്നില്ല. എല്ലാ ദിവസവും നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന അനീഷിന് ഇന്ന് നല്ല ഒന്നാന്തര പാട്ട് കേട്ടിട്ട് ഒന്ന് ചലിക്കാൻ തോന്നുന്നില്ല. എന്താ കാര്യം? ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഡാൻസ് ചെയ്യാൻ തോന്നും? ഇതാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന മെസ്സേജ്. എന്തായാലും തുടർന്ന് വീട്ടുകാർ ഓരോരുത്തരും എഴുന്നേറ്റ് വരുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ കൃത്യമായിട്ട് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഇവന്റെ ഒരു കണ്ടന്റ് ആണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ അവന് ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ അവൻ എഴുന്നേറ്റത്. നിങ്ങൾക്ക് ഇപ്പോൾ വെളുപ്പിനെ എഴുന്നേക്കാൻ അറിയാമല്ലോ. ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൻ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അക്ബർ കാക്ക ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം? അല്ല, നിങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത് ഈ വീട്ടിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട്, ഞങ്ങൾ ചോദിക്കും എന്നൊക്കെ ചില പെണ്ണുങ്ങളോട് അക്ബർ കാക്ക പറയാറുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആ അക്ബർ കാക്ക തന്നെയല്ലേ ഇപ്പൊ പറയുന്നത് ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്? എടോ, ഇയാൾ വീട്ടിലെ ആളാണെങ്കിൽ അയാളും വീട്ടിലെ ആൾ തന്നെയാണ്. ആ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനീഷിനും ഇടപെടാം, ഇയാൾക്കും ഇടപെടാം, എല്ലാവർക്കും ഇടപെടാം. എന്തായാലും ഗാർഡൻ ഏരിയയിൽ നിന്നും അകത്ത് കയറി കഴിഞ്ഞ് 2ാം ട്രിപ്പ് അനീഷും ആദിലയും നൂറയും ഷാനവാസും തമ്മിലുള്ള തല്ല് നടക്കുകയാണ്.
ഭയങ്കര ബഹളം. അനീഷ് പറയുന്നു, വൈൽഡ് കാർഡ് കയറിയപ്പോൾ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി, ഫാമിലി വീക്ക് വന്നപ്പോൾ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സത്യത്തിന്റെ വായ് ഒരിക്കലും നിങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റില്ല. അത് മൂടുപടം മാറ്റി പുറത്തു വന്നിരിക്കും. അല്ല, ഇത് കേട്ടപ്പോൾ പണ്ട് പീലാത്തോസ് ഈശോയുടെ മുഖത്ത് നോക്കി ചോദിച്ചതുപോലെ എന്താണ് സത്യം എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. അല്ല അനീഷെ, എന്ത് സത്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? തുടർന്ന് അനീഷ് ക്യാമറയുടെ മുൻപിലേക്ക് പോയിട്ട് ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട്. ബിഗ് ബോസ്, വസ്തുതാവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കെതിരെ ഇവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇവിടേക്ക് വന്നത് PR വർക്ക് ഏർപ്പെടുത്തിയിട്ടാണെന്ന് ഇവർ പറയുന്നു. എൻ്റെ വയല് വിറ്റ് ആ പണം ഞാൻ PR കൊടുത്തു അത്രേ. ഞാൻ എൻ്റെ വസ്തു വിറ്റ് PR കൊടുത്തു അത്രേ. PR എന്താണെന്ന് പോലും വാസ്തവത്തിൽ എനിക്കറിയില്ല. പച്ചക്കള്ളങ്ങൾ മാത്രമാണ് ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ നാട്ടിലേക്കൊന്ന് പോകണം. അവിടെ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ബിഗ് ബോസ് ടീം തന്നെ ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ടുമായിട്ട് ഇവിടേക്ക് വരണം. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. ബിഗ് ബോസിന് ഇത് വേണം ശരിക്കും. കാരണം ബിഗ് ബോസ് തന്നെയാണ് വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചത്. ഇവിടെ ഈ PR എന്ന് പറയുന്ന ഒരു വിഷയം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നോ? ബിഗ് ബോസ് ഒരു ടാസ്കും കൊണ്ടുവന്നു. ദേ ഇപ്പോൾ എല്ലാവരും കൂടി തമ്മിലടിയായി. ഇനിയിപ്പോൾ ബിഗ് ബോസ് ടീമിനെ പറഞ്ഞു വിട് കോടന്നൂരിലേക്ക്. അവിടെ പോയി എല്ലാവരും കൂടി അന്വേഷിച്ചിട്ട് വാ. വന്നിട്ട് അനീഷിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. വീട്ടുകാരോട് പറ അനീഷ് സത്യസന്ധനാണ് എന്നുള്ളത്. അനീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഷാനുക്ക പുറകിന് വരുന്നുണ്ട്. ഇക്ക വന്നിട്ട് പറയുകയാണ്, എന്തിനാ അനീഷെ ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് പ്രേക്ഷകരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോഴേക്കും അനീഷ് അവിടുന്ന് ചാടി പിടിച്ച് ഓടുന്നുണ്ട്. എന്നിട്ട് ഇക്ക ക്യാമറയോട് പറയുകയാണ്, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഒരു കള്ളം ഒരു 100 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണെന്ന് വരുത്തി തീർക്കുവാൻ ഭയങ്കര വിദഗ്ധനാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ ഷാനുക്ക ബോധവൽക്കരിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. തുടർന്ന് ഇത് 10ാം ആഴ്ചയല്ലേ, അപ്പോൾ 10ാം ആഴ്ചയാവുമ്പോൾ പണിയുടെ കട്ടി ഇച്ചിരി കൂടണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ബിഗ് ബോസ് ഒരു കത്തുമായിട്ട് വരുന്നുണ്ട്. എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്? വാട്ടർ, ടോയ്ലറ്റ്, ഗ്യാസ്, ഇത് 3ഉം ഞാൻ അങ്ങ് കട്ട് ചെയ്തിരിക്കുകയാണ്. സാരമില്ല, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. 3 സൈക്കിൾ ഇരിപ്പുണ്ട്. 3 സൈക്കിളിലും ഒന്നിൽ വാട്ടർ, ഒന്നിൽ ഗ്യാസ്, മറ്റൊന്നിൽ ടോയ്ലറ്റ് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരാളിന് ടോയ്ലറ്റിൽ പോകേണ്ട സമയം വരുമ്പോൾ മറ്റൊരാൾ ഈ ടോയ്ലറ്റ് എന്ന് എഴുതിയിരിക്കുന്ന സൈക്കിളിൽ കയറി ചവിട്ടിക്കൊണ്ടേയിരിക്കുക. അയാൾ പോയി അപ്പിയിട്ടിട്ട് ഇറങ്ങി വരുന്ന സമയം വരെയും ഇത് ഞാൻ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കണം. ഇനിയിപ്പോ ചോറ് കഴിക്കണം. അതെ, അരി ഇടുന്ന സമയം മുതൽ, അല്ല വെള്ളം അടുപ്പിൽ വെക്കുന്ന സമയം മുതൽ അരി വാർക്കുന്ന സമയം വരെയോളം ഒരാൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കണം. ഈ സമയത്ത് ഗ്യാസ് ബിഗ് ബോസ് തുറന്നു വിട്ടുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ വെള്ളം വേണമെങ്കിലോ, വെള്ളം പിടിക്കുന്ന സമയത്ത് ഒരാൾ സൈക്കിൾ ചവിട്ടണം. ഈ സമയത്ത് ബിഗ് ബോസ് വെള്ളവും കൊടുക്കും. ഈ 3 കാര്യവും ഒരുപോലെ നടക്കുന്ന സമയത്ത് 3 ആൾക്കാരും സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കണം. എത്ര മനോഹരമായ ആചാരങ്ങൾ! ഇതെല്ലാ ദിവസവും അനസ്യൂതം അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നെങ്കിൽ ഈ ആൾക്കാർ തമ്മിൽ കച്ചറ കൂടാതെ കുറെ ആൾക്കാർ സൈക്കിളിന്റെ മുകളിലും അത്യാവശ്യം കുറെ ആൾക്കാർ ടോയ്ലറ്റിലും ബാക്കിയുള്ളവർ അടുക്കളയിലുമായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയുമായിരുന്നു. എന്തായാലും ബിഗ് ബോസ് ഈ പണിയും കൊണ്ട് വന്നതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള ഘടാഘടിയന്മാർ പലരും അപ്പിയിടുവാൻ പോലും മറ്റുള്ളവരുടെ സഹായം അന്വേഷിക്കുന്ന കാഴ്ച ബഹുരസമായിരുന്നു. അടുത്തത് ഡാൻസ് മാരത്തണിന്റെ പാട്ടും ഇടങ്ങുകയാണ്. ആദ്യം അനുമോളുടെ ഊഴമാണ് വരുന്നത്. പൊളിച്ചു കേട്ടോ, തകർത്തു വാരി എന്ന് വേണം പറയാൻ. കിലുക്കത്തിലെ രേവതി വീണ്ടും അവതരിച്ചതുപോലെ ഒരു തോന്നലുണ്ടായിരുന്നു. അനുമോൾക്ക് അതിന്റെ മാക്സിമത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റി. എല്ലാ ആൾക്കാരും അത് എൻജോയ് ചെയ്തു. ഇത് കണ്ടിട്ടുള്ള പ്രേക്ഷകരും എൻജോയ് ചെയ്തിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. പിന്നെ അത്ര ആസ്വദിക്കുവാൻ കഴിയാത്തത് ദോഷൈക ദൃക്കുകൾക്ക് മാത്രമായിരിക്കും. വളരെ കെങ്കേമമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു. അനുമോള് മാത്രമൊന്നും അല്ല കേട്ടോ, നല്ല ഉഗ്രനായിട്ട് വേറെ പല ആൾക്കാരും അവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആസ്വാദ്യകരം തന്നെയായിരുന്നു. ഈ ഡാൻസും പാട്ടും നടക്കുന്നതിനിടയിൽ അവിടുത്തെ ഡ്യൂട്ടിയും നടക്കുന്നുണ്ട്. ഈ ഡ്യൂട്ടി ചെയ്യുന്നതും പരസ്പരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവരവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടറുകളെ പിടിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അക്ബർക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. വേലായുധൻ, അതെ ഷാനവാസ്, അയാൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ചവിട്ടുന്ന സൈക്കിളിന്റെ തലക്കെട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് വാട്ടർ എന്നാണ്. അതെ, പൈപ്പിൽ നിന്നും വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ആ സൈക്കിൾ ചവിട്ടണമല്ലോ. ആ സമയത്ത് ഇക്ക അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ സിങ്കിന്റെ അടുത്ത് നിന്നുകൊണ്ട് എന്തോ നെവിൻ കഴുകുകയാണ്. ഇക്ക അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ അരി കഴുകുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇക്ക നെവിന്റെ ചെവിയിൽ ഒരു വേദമന്ത്രം ഓതിക്കൊടുക്കുകയാണ്. മെല്ലെ കഴുകിയാൽ മതി കേട്ടോ. ഞാൻ മെല്ലെ കഴുകത്തുള്ളൂ. ആരാണ് സൈക്കിൾ ചവിട്ടുന്നത്? അത് വേലായുധനാണ്, ഷാനവാസാണ്. ഓ, ഷാനവാസാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മെല്ലെ മാത്രമേ കഴുകത്തുള്ളൂ. അവൻ അവിടെ ഇരുന്ന് ചവിട്ടട്ടെ. ഈ 2 ആൾക്കാരും നല്ല ഒന്നാന്തരം വിഷമാകട്ടോ. ഇതിനെ എത്ര തേച്ചാലും എത്ര കുളിപ്പിച്ചാലും, ലാലേട്ടൻ വന്നിനി എന്തെല്ലാം വഴക്ക് പറഞ്ഞാലും, ഉമ്മ ഫോണിൽ വിളിച്ചു പറഞ്ഞാലും വിഷം തന്നെയാണ്. അതിനെ റീപ്ലേസ് ചെയ്യുവാൻ യാതൊരു മാർഗവുമില്ല.
അല്ല, ജാത്യാലുള്ളത് തൂത്താൽ പോവില്ലെന്നല്ലേ പഴഞ്ചൊല്ല് പറയുന്നത്. അതുകൊണ്ട് ഈ ദോഷൈക ദൃക്കുകളായി ഇവർക്ക് എവിടെയും ദോഷം മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. നെഗറ്റിവിറ്റി മാത്രമാണ് ഇവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇവന്മാർ രണ്ടുപേരും കൂടി ടോയ്ലറ്റിനകത്തേക്ക് ഈ സമയം പോരുകയായിരുന്നുവെങ്കിൽ ഷാനവാസ് മിക്കവാറും സൈക്കിൾ ചവിട്ടി ഊപ്പാട് വന്നേനെ. കാരണം അവർ രണ്ടുപേരും കൂടി പറയും, നമ്മൾ അപ്പിയിടാൻ വേണ്ടിയാണല്ലോ അവൻ സൈക്കിൾ ചവിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങണ്ട, നമുക്ക് ടോയ്ലറ്റിൽ തന്നെ ഇരിക്കാം, അവൻ ചവിട്ടി മരിക്കട്ടെ. അതെ, നിങ്ങളെ സഹായിക്കാൻ ഒരുത്തൻ വന്നാലും ആ വരുന്ന വ്യക്തിയെ മാക്സിമം കുത്തുവാള എടുപ്പിച്ചിട്ടേ നിങ്ങൾ വിടത്തുള്ളൂ. ഈ അക്ബറിനെ മനോഹരമായിട്ട് ഒരുക്കിയത് ഇന്ന് അനുമോളായിരുന്നു കേട്ടോ. പക്ഷേ അവസാന സമയത്ത് അനുമോളെ അയാൾ തിരിഞ്ഞു കൊത്തി എന്നുള്ളതും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഇയാളുടെ വിഷം എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നിർത്താൻ പറഞ്ഞാൽ മറ്റൊരു സംഗതിയില്ല. ഉള്ളിലുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെ അക്ബർ തന്നെ അങ്ങ് ഇല്ലാതെയാവും. അതുകൊണ്ട് അത് തുടരുന്നത് തന്നെയാണ് പ്രേക്ഷകർക്ക് നല്ലത്. കാരണം അല്പം നേരം പോക്കൂടുണ്ടല്ലോ ഇതിനകത്ത്. എന്തായാലും ഈ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാട്ട് മുഴങ്ങുകയാണ്. അക്ബർ മിന്നൽ മുരളിയെയാണ് വേഷപ്പകർച്ച നടത്തുന്നത്. ചാടി സ്റ്റേജിൽ കയറുന്നു, പിന്നെ തകർപ്പൻ ഡാൻസ്. ഒരു കാശിന് കൊള്ളില്ലായിരുന്നു എന്നൊഴിച്ചാൽ ആസ്വാദ്യകരമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡാൻസ് ഒന്നും പുള്ളിക്ക് വഴങ്ങുന്ന കാര്യമല്ല. പാട്ട് നന്നായിട്ട് പാടും, പിന്നെ ആ വായിൽ കൂടി വേറെ പലതും വരികയും ചെയ്യും. എന്തായാലും ഈ നാക്കില്ലായിരുന്നുവെങ്കിൽ അക്ബർ തന്നെ ഇല്ലാതായി പോയനെ എന്ന് പറയേണ്ടി വരും. അടുത്തത് ബിന്നിയാണ്. സിക്കന്ദർ, പഞ്ചാബി ഹൗസിലെ സിക്കന്ദർ. ബിന്നിക്കുള്ള പാട്ട് മുഴങ്ങി, ബിന്നിയും ഡാൻസ് ചെയ്തു. തുടർന്ന് ആദിലയുടെ പാട്ട് വന്നു, ആദിലയും ഡാൻസ് ചെയ്തു. അതിനുശേഷം നെവിന്റെ ഊഴമായിരുന്നു. നെവിൻ പൊളിച്ചു കേട്ടോ. വേറൊന്നും ചെയ്തില്ലെങ്കിലും ആ ഡാൻസ് കിടിലനായിരുന്നു. മനോഹരമായിട്ട് അയാൾ പെർഫോം ചെയ്തു. എന്തായാലും പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു. ഡാൻസ് മാരത്തണിന് തിരശ്ശീലയും വീണു. ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചിരുത്തി. അതിനുശേഷം ഓരോരുത്തരുടെയും പെർഫോമൻസിനെ കുറിച്ച് അവർ സംസാരിക്കുകയും അവരുടെ പെർഫോമൻസിനെ മറ്റുള്ളവർ വിലയിരുത്തിയിട്ട് കോയിനുകൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന വന്നു. അങ്ങനെ കോയിനുകൾ വിതരണം ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ചത് ആര്യനാണ്. അതെ, ബെസ്റ്റ് പെർഫോമർക്കുള്ള 28 കോയിനുകൾ. ആര്യൻ വേഷപ്പകർച്ച നടത്തിയത് മായാമോഹിനിയുടേതായിരുന്നു. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയണം. ഇവിടെ ലൈവ് കണ്ടവർക്ക് കുറെ കാര്യങ്ങൾ കൂടി കണക്റ്റ് ആവും. അതായത് ഈ പെർഫോമൻസ് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചത് അനുമോളായിരുന്നു എന്നാണ് വീട്ടുകാർ മുഴുവൻ കണ്ടെത്തിയത്. രണ്ടുപേർ ഒഴിച്ച്, അതായത് നെവിനും അക്ബറും. ബാക്കി മുഴുവൻ ആൾക്കാരും അനുമോളെയാണ് സപ്പോർട്ട് ചെയ്തത്. ഏറ്റവും നല്ല പെർഫോമൻസ് അനുമോളുടേതായിരുന്നു. അനുമോള് ചെയ്തത് കിലുക്കത്തിലെ രേവതിയെയും കിലുക്കം കിലുകിലുക്കം എന്ന സിനിമയിലെ കാവ്യ മാധവനെയും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. 2 ദിവസം ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് അനുമോൾ തകർത്താടി. അത് മാത്രമല്ല, മറ്റുള്ള മത്സരാർത്ഥികളെ, തനിക്കെതിരായി മത്സരിക്കുന്ന മത്സരാർത്ഥികളെ, അവരെ മേക്കപ്പ് ചെയ്യുവാനും അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല രീതിയിൽ ധരിപ്പിച്ചു കൊടുക്കുവാനും അനുമോളായിരുന്നു ഒത്തിരി എഫേർട്ട് ഇട്ടത്. തീർന്നില്ല, പല വ്യക്തികൾക്കും അവരുടെ ക്യാരക്ടർ എങ്ങനെ ചെയ്യണമെന്നും ഏത് ടൈപ്പ് ഡാൻസ് ആണ് ചെയ്യേണ്ടതെന്നും അറിയില്ലായിരുന്നു. അതിന്റെ ചുവടുകൾ പോലും പഠിപ്പിച്ചു കൊടുത്തത് അനുമോളായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ തന്റെ ക്യാരക്ടർ ഭംഗിയായി നിർവഹിച്ചു, മറ്റുള്ളവരെ താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു, ഗംഭീരമായി പെർഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ നല്ല വിലയിരുത്തൽ നടത്തിയ ഓരോ വ്യക്തികളും അനുമോൾക്ക് പോയിന്റുകൾ ധാരാളം കൊടുത്തു. അങ്ങനെ അവസാനം 18 കോയിൻ ലഭിച്ചു. അനുമോളും വീട്ടുകാരെല്ലാവരും ഉറപ്പിച്ചു അനുമോൾ തന്നെയാണ് വിന്നറെന്ന്. പക്ഷേ അവസാന നിമിഷത്തിൽ ഒരു വൻ ചതി നടന്നു. അക്ബറും നെവിനും കൂടി ഗെയിം ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ആര്യനായിരുന്നു ഏറ്റവും നല്ല പെർഫോമർ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് അക്ബർ 5 പോയിന്റ് കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ തന്നെ നെവിൻ മുൻപോട്ട് വന്നിട്ട് ആര്യന്റെ പെർഫോമൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ 9 കോയിനുകൾ അയാൾക്ക് കൊടുക്കുവാൻ തയ്യാറായി. ഓരോ മത്സരാർത്ഥിയുടെയും കയ്യിൽ 10 കോയിനാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അവിടെ 11 മത്സരാർത്ഥികളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസിനെ വിലയിരുത്തിയിട്ട് എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കുവാനുള്ളതാണ് ഈ കോയിനുകൾ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കൊടുക്കുകയും ചെയ്യാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ നല്ല ഒന്നാന്തരം പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച പല ആൾക്കാർക്കും നെവിൻ ഒറ്റ കോയിൻ പോലും കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ തന്റെ പെർഫോമൻസിനെ കുറിച്ച് താൻ പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി മാക്സിമം 9 കോയിനോളം പുള്ളി സംഘടിപ്പിക്കുകയും ചെയ്തു. നല്ല ബ്രില്യൻ മൂവ് അല്ലേ നടക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട 10 കോയിൻ, അതിനകത്തെ 9 കോയിൻ അയാൾ ആര്യന് കൊടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു? അനുമോള് ജയിക്കാതിരിക്കുവാൻ വേണ്ടി മാത്രം കളിച്ച കളിയായിരുന്നു. അതെന്താണ് അനുമോളോട് ഇത്ര പെട്ടെന്ന് ഇയാൾക്കൊരു വൈരാഗ്യം വരാൻ? അനുമോളോട് വൈരാഗ്യം വരാൻ കാരണം കഴിഞ്ഞ ദിവസം ഇയാളെ അനുമോള് നോമിനേറ്റ് ചെയ്തു. ആ സമയം മുതൽ ഇങ്ങനെ കുരുപൊട്ടി നടക്കുകയാണ്. കാണുന്ന മുക്കിലും മൂലയിലും എല്ലാം പോയിട്ട് അനുമോൾക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട്
പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, കർമ്മ എന്ന് നീ കേട്ടിട്ടുണ്ടോ? അത് തിരിച്ചടിച്ചതാണെന്നങ്ങ് കരുതിയാൽ മതി. നിന്നെ തോപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതെ, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ശരിയാണ്, അനുമോളെ അവിടെ വെച്ച് നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ മുൻപിൽ നിങ്ങളാണ് തോറ്റത്. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് മുഴുവനും ഒരു കൂട്ടം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. 72ഓളം ക്യാമറകൾ നിങ്ങളെ പുറം ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ പുറം ലോകം കാണുന്നുണ്ട് എന്നുള്ള ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം നെറികെട്ട കളി കളിക്കുവാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. പ്രേക്ഷകർ എല്ലാം കണ്ടിട്ടുണ്ട്. അവർക്കറിയാം ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്, ആരാണ് വിജയിയാകേണ്ടതെന്ന്. അതെ, പ്രേക്ഷകരുടെ മനസ്സിൽ ഒരാൾ വിജയിയായിട്ടുണ്ട്. അവരെ പ്രേക്ഷകർ തീർച്ചയായിട്ടും മുൻപോട്ട് കൊണ്ടുപോകും. പക്ഷേ താങ്കളുടെ ഭാവി അത് എന്തായി തീരുമെന്നുള്ളത് കണ്ടറിയേണ്ട കാഴ്ചയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്? ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ ഗെയിം കളിക്കാനാണ് അവർ വന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനുകളുണ്ട്. അവിടെ ഗെയിം ചേഞ്ച് ചെയ്തു, അവിടെ ഗെയിമിനകത്ത് ട്വിസ്റ്റ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതൊരു ബ്രില്യൻറ്റ് മൂവ് ആണ് എന്നൊക്കെ പറയും. അതെ അതെ, ബ്രില്യൻറ്റ് മൂവ് തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ബ്രില്യൻറ്റ് മൂവ് ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നത്തില്ല. അതിന് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ബിന്നിയോട് സംസാരിക്കുന്ന സമയത്ത് ബിന്നി തനിക്ക് കിട്ടിയ ഒരു ഇമ്മ്യൂണിറ്റി നശിപ്പിച്ചു കളഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, അത് ആർക്കും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചത് എന്താണ്? അത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ്, അത് ആർക്കും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. ഓ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിയതമൻ കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിച്ചില്ലേ? ബിന്നിയുടെ ഭർത്താവ് ന്യൂബിൻ, അയാൾ എങ്ങനെയാണ് വന്ന് താമസിച്ചത്? അതിനൊരു അവസരം ഉണ്ടാക്കി തന്നത് നൂറയല്ലായിരുന്നോ? ന്യൂദില ചപ്പൽ ഫാക്ടറി, ആ ഫാക്ടറി ടാസ്കിൽ ജയിച്ചപ്പോൾ ന്യൂറയ്ക്ക് കിട്ടിയ സ്പെഷ്യൽ പവറാണ് 3 പവറുകൾ. ആ പവറിൽ ഒന്ന് തന്നപ്പോഴല്ലേ ന്യൂബിനെ ഫാമിലി വീക്കിൽ അകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ബിന്നിക്ക് ഒരവസരം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു ഫേവർ ചെയ്ത ആളിന് ആ ഇമ്മ്യൂണിറ്റി തിരികെ കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഇത് ആരുടെ ചോദ്യമാണ്? ഇത് ബിഗ് ബോസിന്റെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഗെയിമിനകത്ത് ചില എത്തിക്സുകളും മര്യാദകളും ഒക്കെ പാലിക്കണം എന്ന് തന്നെയല്ലേ ലാലേട്ടനും ബിഗ് ബോസും പറയുന്നത്? ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളെ നോക്കി വിധി പറയും. അതിപ്പോ എന്ത് മൈൻഡ് ഗെയിം ആണെന്നും എന്ത് ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അടുക്കള സംബന്ധമായ ഒരു അടിയാണ്. ലക്ഷ്മി തമ്പുരാട്ടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര്യൻ ഇതിനിടയ്ക്ക് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുവാൻ വേണ്ടി കുറെ പൊടിയെടുത്ത് വെള്ളമൊഴിച്ച് നനച്ചു വെച്ചു. ഇതിനിടയിലാണ് കോയിൻ കൊടുക്കൽ പരിപാടികളൊക്കെ നടന്നത്. അത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയി. പക്ഷെ പാവം ഇത് അടച്ചു വെക്കാൻ മറന്നുപോയി. എന്നാൽ ഇത് വന്ന് കാണുന്നത് നമ്മുടെ ഇക്കയാണ്, ഷാനൂക്ക. ഷാനൂക്ക ഇത് കണ്ടിട്ട്, എന്നാ പോട്ടെ, ഇത് എല്ലാവർക്കും കഴിക്കേണ്ട സാധനമല്ലേ, ഇത് തുറന്നു കിടക്കുകയാണ്, ഒന്ന് അടച്ചു വെച്ചേക്കാം എന്ന് കരുതിയില്ല. അയാൾ ഉടൻ തന്നെ ചൂളമടിച്ച് തമ്പുരാട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, ദേ തുറന്നു കിടക്കുന്നു, ഒരു പ്രശ്നത്തിനുള്ള സാധ്യതയുണ്ടെന്ന്. ഓ, ഇത്രയും കേട്ടപ്പോഴേക്കും തമ്പുരാട്ടി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. പിന്നെ കുറെ നേരം അവിടെ പൊരിഞ്ഞ അടി തന്നെയായിരുന്നു. ആര്യൻ പല ആവർത്തി സോറി 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 എന്ന് പറയുന്നുണ്ട്. എവിടെ കേൾക്കാനാണ്? തമ്പുരാട്ടിക്ക് കിട്ടിയ ഒരു അവസരമാണ്. മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കുവാൻ വേണ്ടി ലക്ഷ്മി തമ്പുരാട്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏകദേശമൊക്കെ വിജയിക്കുകയും ചെയ്തു. തമ്പുരാട്ടി അവിടുത്തെ സില്ലി മാറ്റർ ഒന്നും എടുക്കില്ല. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ മാത്രമേ കയറി പിടിക്കാറുള്ളൂ. ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ സില്ലി മാറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് തമ്പുരാട്ടി ഒന്ന് വായി തുറക്കുന്നത്. ഇപ്പോൾ അവിടെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് വന്നത്. അതുകൊണ്ട് ആര്യനെ കൊന്നു കൊല വിളിച്ചു കളഞ്ഞു. എന്താ ശൗര്യം! പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ വേണം പെണ്ണുങ്ങളൊക്കെ ഒരുമ്പെടാൻ. പക്ഷെ അല്പനിമിഷം കഴിഞ്ഞപ്പോഴേക്കും ഈ മാവ് കുഴക്കൽ വിഷയത്തിനകത്തൊന്ന് പാത്രം കഴുകൽ വിഷയത്തിലേക്ക് പ്രശ്നം ട്വിസ്റ്റ് ചെയ്ത് മാറി. അവിടെ വന്നപ്പോഴേക്കും അക്ബർക്കു കയറി ഇടപെടുന്നുണ്ട്. അണ്ണാക്കിൽ കൊടുത്തു, അടിച്ച് അണ്ണാക്കിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ലക്ഷ്മി തമ്പുരാട്ടി എത്രമാത്രം ഇളകിയോ അതിൻ്റെ അപ്പുറത്തെ ഇളക്കവുമായിട്ടാണ് അക്ബർക്കു ചാടിക്കയറുന്നത്. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം വീണ്ടും അടുക്കളയിൽ ആരംഭിച്ചു. ഒടുവിൽ തമ്പുരാട്ടിക്ക് വായടക്കേണ്ടി വന്നു. തുടർന്ന് കാണുന്ന കാഴ്ച, നെവിനെ വിളിച്ചുകൊണ്ട് ലക്ഷ്മി ദൂരെ അങ്ങ് ഗാർഡൻ ഏരിയയിൽ മൈജി കോർണറിൽ മാറിയിരുന്നു കൊണ്ട് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ്. ഷാനവാസിനെ കുറിച്ചാണ് പറയുന്നത്. ഷാനവാസ് ഒരു ഗുഡ് ഗെയിമർ അല്ല എന്നാണ് പറയുന്നത്. അയാൾക്ക് ഗെയിം ഇതുവരെയും പിടികിട്ടിയിട്ടില്ല പോലും. അയാൾ ഇവിടെ ചെയ്യുന്ന കാര്യം പണ്ട് ഏതോ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഭിനയിച്ച ക്യാരക്ടർ അത് അതുപോലെ തന്നെ ഇവിടെയും നിലനിർത്തുകയാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഒരു നല്ല ഗെയിമർ അല്ല. ആ ക്യാരക്ടർ മാത്രം ചെയ്യാനേ പറ്റൂ. ക്യാരക്ടർ വിട്ട് ഒരു കളിയില്ലെന്നാണ് തമ്പുരാട്ടി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പുള്ളി ഉണ്ടല്ലോ, അസാധ്യ ഗെയിമറാണ്. എന്തൊരു ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി തമ്പുരാട്ടിയെ പോലെ ഒരു 10 പേരെ ബിഗ് ബോസ് വീടിനകത്തേക്ക് അയച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഉറപ്പാണ് എല്ലാ ആൾക്കാരും കൂർക്കം വലിച്ചുറങ്ങും.
ഒരു പരിപാടിയും അവിടെ നടക്കുകയല്ല. ഇത് കാണാൻ ഒരു പട്ടി പോലും വരികയുമില്ല. കാരണം ലക്ഷ്മി തമ്പുരാട്ടി എപ്പോഴും ശ്മശാന മൂകതയിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞെങ്കിലായി, അതും വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ടൈപ്പ് 10 എണ്ണമായിരുന്നു ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ബിഗ് ബോസ് വീട് ഒരു ശ്മശാന മൂകത തളം കെട്ടി നിൽക്കുന്ന സ്ഥലമായി മാറുമായിരുന്നു. തുടർന്ന് കാണുന്ന കാഴ്ച, അനുമോള് ഈ ഡാൻസ് മാരത്തൺ നടന്ന സമയത്ത് ബിഗ് ബോസ് തന്റെ കയ്യിൽ ഒരു കൊട കൊടുത്തിരുന്ന ആ കൊട കാണാനില്ല എന്ന് പറഞ്ഞ് തിരക്കി നടക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ തിരക്കി പോകുന്ന സമയത്ത് അനുമോളുടെ കയ്യിൽ ഒരു നാരങ്ങ കിട്ടുന്നുണ്ട്. ഈ നാരങ്ങ അക്ബർ വെച്ചിരുന്നതാണ്. ഈ നാരങ്ങയും എടുത്തുകൊണ്ട് അനുമോള് പോകുന്നു. അക്ബർ പറയുന്നു, അത് എന്റെ നാരങ്ങയാണ്, തിരിച്ചു തരണം. തരില്ല എന്ന് കട്ടായം പിടിച്ചുകൊണ്ട് അനുമോൾ മുൻപോട്ട് പോവുകയാണ്. അതെന്തൊരു പരിപാടിയാണ്? വല്ലവന്റെ നാരങ്ങ എടുത്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് കിട്ടിയ നാരങ്ങ അത് നിങ്ങൾ ഉപയോഗിക്കുക. ആരെങ്കിലും എവിടെയെങ്കിലും വെക്കുന്ന നാരങ്ങ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? അതുമല്ല, അതിന്റെ ഉടയവനാണ് ഈ ചോദിക്കുന്നത്, അത് എന്റെ നാരങ്ങയാണ്, തിരിച്ചു തന്നേ പറ്റൂ. കൊടുക്കില്ല. അത് അനുമോൾ കാണിച്ചത് അത്ര മെനയുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന് ഒരു ഓപ്പോസിറ്റ് വശം കൂടിയുണ്ട്. ഈ അനുമോള് കൊണ്ടുവന്ന് വെക്കുന്ന മിക്കവാറും സാധനങ്ങൾ അക്ബറക്കുവിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ മിക്കപ്പോഴും അടിച്ചു മാറ്റുന്നത് നമ്മളൊക്കെ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ അയാൾ ഡയറക്റ്റ് അടിച്ചു മാറ്റും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അയാൾ അടിച്ചു മാറ്റിക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരു നാരങ്ങയൊക്കെ അടിച്ചു മാറ്റുന്നതിന് ഇത്രയും അങ്ങോട്ട് കണ്ടക്ഷോഭം നടത്തേണ്ട ഒരു കാര്യവുമില്ല. അയാൾ പിന്നാലെ വന്നിട്ട് അനുമോളുടെ കയ്യിൽ കടന്നു പിടിക്കുകയും തുടർന്ന് അവിടെ ഒരു ബലപരീക്ഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അനുമോൾ പറയുന്നുണ്ട്, കയ്യിൽ നിന്ന് വിടറോ, നിങ്ങൾ എന്തിനാണ് എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത്? അനുമോൾ ആയതുകൊണ്ട് അത് വിട്ടുകളഞ്ഞു. പിന്നെ ആ കാഴ്ച ആദിലയും നൂറയും മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടി എങ്ങാണം അത് കണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അക്ബറിനെ കശാപ്പ് ചെയ്തേനെ. പീഡന ശ്രമത്തിന് അയാൾക്കെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിന് കേസ് ഫയൽ ചെയ്യുകയോ ചെയ്തേനെ. പക്ഷേ കണ്ടില്ല പാവം. ഇനി നാളെയാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോഴും പ്രശ്നമുണ്ടാക്കാൻ റെഡിയാണ്. കാരണം കേട്ടുകേഴ്വികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും തമ്പുരാട്ടി ഉറഞ്ഞു തുള്ളുന്ന ആളാണ്. എന്തായാലും അനു നാരങ്ങ കൊടുത്തില്ല. പകരം ആദിലയും നൂറയും കൂടി കയ്യിലിരുന്ന ഒരു നാരങ്ങ അക്ബറിന് കൊടുത്ത പ്രശ്നം തണുപ്പിച്ചു വിടുന്നുണ്ട്. തുടർന്ന് അക്ബറിനെ ആര്യൻ ഉപദേശിക്കുന്നുണ്ട്. നീ എന്തിനാണ് അവൾ അങ്ങനെ കാണിക്കുമ്പോൾ ടെമ്പർ ആകുന്നത്? നിന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്, നീ അതിനകത്ത് വീഴുകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ലൈവ് കണ്ടവർക്കറിയാം, ആര്യൻ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. ആര്യൻ പറയുന്നുണ്ട്, അനുമോളുടെ സംസാരവും പ്രവർത്തികളും കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, എനിക്ക് ഇടിക്കാനാണ് തോന്നുന്നത്, പക്ഷെ ഇടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. നീ അതിനകത്ത് വീണു, അവൾ വെക്കുന്ന കെണിക്കകത്ത് നീ കൂടെ വീണുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാനിപ്പോൾ വീഴത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ അനുമോളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ ലൈവിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ ഈ ആര്യനെ മായാമോഹിനി എന്ന ആ ക്യാരക്ടറിലേക്ക് ഒരുക്കി എത്തിച്ചത് അനുമോളായിരുന്നു കേട്ടോ. ഇയാൾക്ക് 28 പോയിന്റ് ഒക്കെ കിട്ടി ടാസ്ക് പുള്ളി പിടിച്ചെടുത്തില്ലേ, അതിനകത്ത് നല്ലൊരു പങ്ക് അനുമോൾ കൊടുത്ത എഫേർട്ടായിരുന്നു. അനുമോൾക്ക് അയാൾ നന്ദിയൊക്കെ പറയുന്നുണ്ട്, അനുമോളെ പുള്ളി ഹഗ് ചെയ്യുന്ന കാഴ്ചയൊക്കെ അവസാനം കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിലിരിപ്പ് ശത്രുതാ മനോഭാവം തന്നെയാണ്. പിന്നെ പുറമെ കാണിക്കുന്നതൊക്കെ വെറും പടങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.